എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഞങ്ങളെ മൂല്യാറ് മനുഷ്യരെ വിളിക്കണോ ഓരോ മൂല്യം നിസ്കരിക്കാം നമ്മളെ പോലീസ് സ്റ്റേഷന്റെ തീരുമാനപ്രകാരം വീണ്ടും പറയാം പള്ളി കുട്ടിക്കുള്ള അവസരം ഉണ്ടാക്കി ആദ്യമായിട്ട് കൊണ്ട് പറയും ഇങ്ങനെ ഈ ആവേശം കൊള്ളുന്നത് തുറക്കാനാവൂല ഞാൻ പറഞ്ഞുതരാം കുട്ടി കഴിഞ്ഞാൽ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ കേൾക്കാം ചിഹ്നങ്ങൾ സ്വന്തം പോലെ കേട്ടല്ലോ, ഒരു പോലീസ് ഓഫീസർ കാക്കിയിട്ട മനുഷ്യൻ. പുള്ളി പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ആളല്ല. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന അള്ളാഹുവിൻ്റെ അടിയാറുകൾ എവിടെ? അവൻ്റെ ഭവനമായ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവർക്കിടയിൽ ആര് ബാങ്ക് വിളിക്കണം, ആര് ഇമാമാകണം എന്നതാണ് വിഷയമെന്നാണ് തോന്നുന്നത്. തൃശ്ശൂരിലെവിടെയോ ആണ്. അവിടെ ഈ തർക്കമുണ്ടായപ്പോൾ കാക്കി വസ്ത്രധാരിയായ പോലീസ് ഓഫീസർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെയൊക്കെ വാശി ജയിക്കണോ അതോ നിസ്കരിക്കണോ? പൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, തർക്കം ഉണ്ടായാൽ ഞങ്ങളങ്ങ് പൂട്ടും, പിന്നെ തുറപ്പിക്കാൻ പാടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, അതിന് ഒരു പ്രയാസവുമില്ല. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ തുറക്കണമെന്ന് പറയുന്നതും ഇതിന് വരുന്നതും എല്ലാം ഒരു മെക്കാനിക്കൽ സംഗതിയാണ്. ഇവരുടെ ആവശ്യം ഇവരുടെ ഭാഗം ജയിക്കണം, ഇവരുടെ ഭാഗം വളരെ ശക്തമായി ജയിക്കണം. ഇവർ ഇസ്ലാം മതക്കാരല്ല, സംഘടനാ മതക്കാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികളിലെ ഇരുവിഭാഗക്കാർ തമ്മിലാണ് ഈ വിഷയം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പള്ളികളിൽ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടിമകൾ വന്ന് അള്ളാഹുവുമായി നേർക്ക് നേരെ സംഭാഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയാണ് നമസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കൈകെട്ടിയതിന് ശേഷം ഞാൻ ദാ നിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു നാഥ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വന്ന പൂർണ്ണമായ, പിന്നെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പൂർണ്ണമായ ഈമാനോടുകൂടിയ ശുഭ്ര നക്ഷത്രങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. ഇവർക്ക് അള്ളാഹുവിൻ്റെ മതവും അള്ളാഹു പ്രവാചകനിലൂടെ പ്രബോധനം നൽകിയ മതവും ഒന്നുമല്ല വിഷയം, സംഘടനാ മതമാണ്. അതായത് തങ്ങളുടെ സംഘടന ജയിക്കണം, അതിനൊരു വിഭാഗക്കാരും അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യില്ല. ഇത് പറയുമ്പോൾ സാധാരണ കൗമ് മാത്രമല്ല, ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത വരേണ്യന്മാരായ പണ്ഡിത പുങ്കവന്മാരായ ആളുകളാണ് ഈ രണ്ടു പക്ഷത്ത് നിൽക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. ഈ സാധാരണ ഇപ്പോൾ പള്ളികളിൽ ഇമാമുമാരായ ആരെങ്കിലും രണ്ടുപേര് നിൽക്കും. തറാവീഹിനോ വേറെ ഏതെങ്കിലും കാര്യത്തിനോ ഒരാളിനെ സ്പെഷ്യലിസ്റ്റായി കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവരുന്ന ആൾ എന്ത് വിചാരിക്കണം? ഇവിടെ രണ്ട് പാവത്തങ്ങൾ നിൽക്കുന്നല്ലോ, അവരുടെ കഞ്ഞിയിൽ പാറ്റ ഇടണ്ട. സർക്കാർ സർവീസിലെ പോലെ പള്ളിയിൽ നിന്ന് ചെറിയ ഇമാമിൽ നിന്ന് പ്രമോഷൻ കിട്ടി ഉടൻ തന്നെ മക്കയിൽ ഇമാമായിട്ടൊന്നും പോകാൻ ഇവർക്ക് പറ്റൂല. ജീവിതകാലത്തൊരു പള്ളിയിൽ വന്നാൽ ആ പള്ളിയിൽ ജോലി ചെയ്ത് ഹിദ്മത്ത് ചെയ്ത് സേവനങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവും. വേലയും മർമ്മവും പഠിച്ചവരാണെങ്കിൽ ഇതൊന്നുമായിട്ട് നിൽക്കില്ല, അവർ വേറെ വഴിക്ക് പോവും. പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന പാവങ്ങളുടെ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് സാധാരണക്കാരൊന്നുമല്ല. അതിന് മുൻകൈ എടുക്കുന്നത് ഇവരുടെ കൂട്ട് തന്നെയുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൗമിനെ എല്ലാം പുറയിലിരുത്തി എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാക്കണേ, എല്ലാവർക്കും നന്മ ചെയ്യണേ, ഞങ്ങളുടെ മൊത്തം പുറത്തു തരണേ, ഞങ്ങൾക്ക് ഇഖ്ലാസ് തരണേ, ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നത് ഒരു മെക്കാനിക്കലാകാതെ യാന്ത്രികമാകാതെ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും ഇരുന്ന് രാത്രി ഒറ്റയ്ക്കിരുന്ന് ഞങ്ങളെ നന്നാക്കണേ ഞങ്ങളെ നന്നാക്കണേ എന്ന് ദുആ ചെയ്യണം. ഇത് പറയുമ്പോൾ ഉസ്താദുമാരെ പറഞ്ഞത് കേട്ടോ അവൻ അഹങ്കാരിയാണ്, അങ്ങനൊന്നുമല്ല. എന്ന് മാത്രമല്ല, എത്രയോ പള്ളികളാണ് ഇതുപോലെ തർക്കങ്ങളിൽ പലയിടത്തും വിഷയമുണ്ടായി പോലീസ് എത്തി പരിഹരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ SI പറഞ്ഞ അത്രയും ഈമാനും ഉറപ്പും ഈ ബാക്കിയുള്ള അവിടെ നിസ്കരിക്കാൻ വന്നവർക്കുണ്ടോ? ആ ഇമാമുമാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയണ്ടേ, നിങ്ങൾ തമ്മിൽ ഇതിൽ തർക്കിക്കണ്ട, ഇപ്പം ഇങ്ങനെ നടക്കട്ടെ, ശാന്തമായി നടക്കട്ടെ. ഒന്നാമത് ഇത് മൊത്തം BJP സർക്കാരും സംഘപരിവാറും കൊണ്ടുപോകാൻ പോകുന്നതെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊരുത്തടി നടക്കുന്നത്. ഔചിത്യം വേണ്ടേ? ഒരല്പ സാമാന്യ വിവരം വേണ്ടേ? ഒരു മൂള വേണ്ടേ? സംഘടനാ മതമല്ല അള്ളാഹുവിൻ്റെ മതമെന്നുള്ളതിൻ്റെ തിരിച്ചറിവെങ്കിലും വേണ്ടേ? ഇത് പറയുമ്പോൾ ഇത് സുന്നിക്കാരാണ് എന്ന് പറഞ്ഞ് മുജാഹിദുകാരും ഒക്കെ ചാടി വീഴണ്ട. നിങ്ങൾക്കിടയിലും ഉണ്ട് ഈ അടി. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പള്ളിക്കകത്ത് കണ്ണൂരിലോ എങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ വീഡിയോ ചെയ്തതാണ്, സ്ഥലമൊക്കെ മറന്നുപോയി, ആരെക്കൊണ്ടൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കാൻ. അവിടെ അടിച്ചതും കത്തിക്കുത്ത് നടന്നതും ഏറ്റുമുട്ടൽ നടന്നതും
പിന്നെ അത് പിളർന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കൽ നടന്നതും എല്ലാം ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ ഇതിന് ഈ വിഭാഗം ആ വിഭാഗം എന്നൊന്നുമില്ല. ഇതുപോലെ സംഘടന ഭ്രാന്തായി കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഈ മറ്റോരെ നാല് പറഞ്ഞാലേ സൂയ്ക്കുകയുള്ളൂ. അതുമാത്രമാണ് അവർ നോക്കിയിരിക്കുന്നത്. ഈ മൂട്ടിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊഴുകി പോകുന്നതും എല്ലാം കൂടെ വാരിയെടുത്ത് നിലത്തടിക്കുന്നതും ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായേ മിതമായും സൂക്ഷിച്ചേ സംസാരിക്കൂ. എന്നാൽ ഇത് പറയുമ്പോഴും ഈ അടിക്കും അവർക്ക് യാതൊരു മര്യാദയില്ല. മുണ്ടുരിഞ്ഞ് തലയിൽ കെട്ടി അടിക്കും. ആ സമയത്തേക്ക് ഇച്ചിരി ഔറത്ത് കാണിച്ചാലും പിന്നെ ദുആ ചെയ്തത് മാറ്റാമെന്ന് ഉസ്താദന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം സംഘടനാ മതത്തിന് വേണ്ടിയാണ്. ഈ കൗമിന് എന്നാണ് വെളിച്ചമുണ്ടാവുക?